നമുക്ക് ഏറ്റവും വേദനാജനകമായൊരു കാര്യമാണ് നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ചവർ, നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിച്ചവർ, നമ്മളെ എപ്പോഴും കൂടെ കൂട്ടിയിരുന്നവർ, എന്തിനാണെങ്കിലും അങ്ങനെ നമ്മൾ കരുതിയവർ, പണ്ട് പറയില്ലേ ഇരുമയ്യാണെങ്കിലും ഞങ്ങളൊറ്റ എന്ന് പറയുന്ന പോലെ അങ്ങനെ കരളെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ അവഗണിക്കുക, നമ്മളെ അകന്നു പോവുക, നമ്മളോട് ഒരു സ്നേഹവും കാണിക്കാതിരിക്കുക, നമ്മളെ പാടെ അവഗണിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആർക്കും അത് അങ്ങനെ വരും വല്ലാത്ത വിഷമം വരും, സഹിക്കാനും പറ്റില്ല. മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവം ആണ് താനും ഇത്. പക്ഷേ അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ പുറകെ നടന്നു. അയ്യോ എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതിപ്പോൾ ആരും ആകാം, ഭാര്യയും ഭർത്താവും ആകാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയാകാം, മക്കളാവാം, സഹോദരങ്ങളാണ്. ഇനി ഇവരാരുമല്ല നമ്മളുടെ അയൽവക്കക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരായിരിക്കാം, ആരുമാകാം. ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ നമ്മൾ അവരുടെ പുറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറകെ നടക്കുന്ന അവർക്കതൊരു ഒരു പ്രശ്നമേ അല്ല എന്ന് തന്നെയല്ല, നമ്മളെ കഴിയുന്ന ചവിട്ടി മെതിക്കാനേ ഇങ്ങനെയുള്ളവർ നോക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് താങ്ങാൻ പറ്റില്ല ഇത് ഇങ്ങനെയുള്ളത് അനുഭവം ഉണ്ടാകുമ്പോൾ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളാരും ഒറ്റയ്ക്കല്ലേ നമ്മൾ വന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇവരെ ആരെയും നമുക്ക് കൂടെ കൊണ്ടുപോകാനും പറ്റില്ല. അപ്പം നമ്മൾ ഭഗവാനിൽ മാത്രം വിശ്വസിക്കുക. കാരണം ഇപ്പം വേറെ ആരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ഭഗവാനുണ്ടല്ലോ, എനിക്ക് എന്തും പറയാനും എൻ്റെ ഭഗവാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് ദൈവത്തിൽ വിശ്വസിക്കുക. പക്ഷെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക, അതാണ് പ്രധാനം. ഒരു ദിവസം ഒരനുഭവം, ഞാൻ ഇവിടെ കാവിൽ പോയി രാവിലെ. അപ്പം തിരുമേനി അധികം ആളൊന്നുമില്ല, ഒരു സ്ത്രീ അങ്ങ് പോകുന്നു, ഞാനങ്ങ് ചെന്നു. അത് വഴിപാടൊക്കെ കഴിച്ചിട്ട് അവർ പോവുകയാണ്. ഞാൻ തിരുമേനി എൻ്റെ അടുത്ത് പറയേതേ നേരം വെളുത്ത് വന്നിട്ട് ഒരു പുഷ്പാഞ്ജലി, ഇല്ലെങ്കിൽ ഒരു മാല, ഒരു നെയ്വിളക്ക്, ഇതൊക്കെ കഴിപ്പിച്ചാൽ നമുക്കും ഒരു സന്തോഷമുണ്ട്. ഇതെല്ലാം വന്നപ്പോഴേ തന്നെ രാവിലെ ശത്രുസംഹാര പുഷ്പാഞ്ജലി. നമുക്കറിയാം ആർക്ക് വേണ്ടി. അവർ മകനുമായിട്ടൊരു സ്വല്പം ഇഷ്ടക്കുറവുണ്ട്, അതിനാണ് ഈ ശത്രുസംഹാരമൊക്കെ കഴിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മളുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ ഒക്കെ സ്നേഹിക്കുക. ഇനി ഇവരെ പോലും നമ്മൾ എതിർത്തൊന്നും ചിന്തിക്കേണ്ട. പക്ഷേ നമുക്ക് അവരില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ചിന്ത വേണ്ട. കാരണം ആരില്ലെങ്കിലും നമുക്ക് സഹായഹസ്തം തരാൻ, സഹായം വേണ്ട സമയത്ത് തീർച്ചയായിട്ടും ആരുടെയെങ്കിലും സഹായഹസ്തം കിട്ടും. ഹരേ നാരായണ, ഹരേ നാരായണ.